വാർത്തയാണ്. മലപ്പുറം പാണ്ടിക്കാട് വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയ പ്രതി പിടിയിൽ. ബേപ്പൂർ സ്വദേശി അനീസാണ് പിടിയിലായത്. ചക്കാലക്കുത്ത് സ്വദേശി അബുവിന്റെ വീട്ടിൽ നിന്നും 5-അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. മതിൽ ചാടിക്കടന്നെത്തിയ സംഘം പർദ്ദ ധരിച്ചെത്തിയാണ് വീട്ടുകാരെ ആയുധം ഉൾപ്പെടെ ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിൽ 11 വയസ്സുകാരിക്ക് ഉൾപ്പെടെ പരിക്കേറ്റു. കുട്ടികളിൽ ഒരാൾ വീടിന് പുറത്തേക്കോടി നാട്ടുകാരെ വിവരം ധരിപ്പിച്ചതോടെ ആക്രമണ സംഘത്തിൽ 4 പേർ കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. തന്നെ ഒരു പെട്ടെന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. അവിടെ വന്നെന്ന് അതിൽ എൻ്റെ തീറ്റ ഒറ്റയടിയ കജ്ജ് പിന്നെ അനക്കാൻ കഴിഞ്ഞില്ല. ഒരു വണ്ടിയിലോട്ട് വന്നിട്ട് പിന്നെ ഒരു പേരൻ്റെ ബാക്ക് സൈഡ് കൂടെ കയറിങ്ങാണ്ട് മതിമ കൂടെ എടുത്ത് ചാടി വന്നിക്കാണ്. കിച്ചൺ വാതിൽ കണ്ട് ചവിട്ടി തുറന്നിട്ട് അതിൻ്റെ വലിയ കൊത്തി അടക്കം പോന്നിട്ട് അതിൽ പൊളിഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഉള്ളിൽ കയറിയിട്ട് ഇവരെല്ലാവരും കൂടി ഔത്ത് വന്ന് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു. അതിൽ ഇവരും കയറിയിട്ട് എല്ലാവരും ഓരോരുത്തരും കുടിച്ചിട്ട് ബാക്കിയുള്ളവർ തപ്പുക, മറ്റൊരു എല്ലാവരും കുടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലും, മുണ്ടിട്ടുണ്ടെങ്കിൽ കൊല്ലും പറഞ്ഞുകൊണ്ട് കത്തി മടിയൊക്കെ ഉണ്ടോരൊക്കെ. മലപ്പുറം പാണ്ടിക്കാടാണ് ഇത്തരത്തിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയിരിക്കുന്നത്. പ്രതി പിടിയിലായിട്ടുണ്ട്. ബേപ്പൂർ സ്വദേശി അനീസാണ് പിടിയിലായിരിക്കുന്നത്. ചക്കാലക്കുത്ത് സ്വദേശി അബ്ദുവിന്റെ വീട്ടിൽ 5-അംഗ സംഘമാണ് വീട്ടിൽ കയറിയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിൽ ചാടി കടന്നെത്തിയ സംഘം പർദ്ദ ധരിച്ചെത്തിയാണ് വീട്ടുകാരെ ആയുധം ഉൾപ്പെടെ ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. 11 വയസ്സുകാരിക്ക് ഉൾപ്പെടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. വീട്ടിൽ 5-അംഗ സംഘം പർദ്ദ ധരിച്ചെത്തിയാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. കുട്ടികളിൽ ഒരാൾ വീടിന് പുറത്തേക്കോടി നാട്ടുകാരെ വിവരം ധരിപ്പിച്ചതോടെയാണ് ആക്രമികളുടെ സംഘത്തിലെ 4 പേർ കാറിൽ കയറി രക്ഷപ്പെട്ടു. അതിൽ ഒരാളെ പിടികൂടിയിട്ടുണ്ട്. ബേപ്പൂർ സ്വദേശി അനീസാണ് പിടിയിലായിരിക്കുന്നത്. മലപ്പുറത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വീട് കയറി ആക്രമണം നടത്തിയിരിക്കുകയാണ്. 5-അംഗ സംഘം പർദ്ദ ധരിച്ച് ആയുധങ്ങളുമായി എത്തിയാണ് വീട്ടിൽ കയറി ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ആക്രമണത്തിൽ 11 വയസ്സുകാർക്ക് ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. കുട്ടികളിൽ ഒരാൾ പുറത്തേക്കോടി നാട്ടുകാരെ വിവരം അറിയിച്ചപ്പോഴാണ് കൂട്ടത്തിലുള്ള 4-അംഗ സംഘം രക്ഷപ്പെടുന്നത്. അതിൽ ഒരാളെ പിടികൂടിയിട്ടുണ്ട്. കോഴിക്കോട് കൂടരഞ്ഞിയിൽ ആദിവാസിയായ 7-ാം ക്ലാസ് വിദ്യാർത്ഥിയെ +1 വിദ്യാർത്ഥി വീട്ടിൽ കയറി